ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി ആ വേലക്കാരിയോട് പറയാണ്, ഒന്നുകിൽ മാഡം അല്ലെങ്കിൽ കൊച്ചമ്മ അങ്ങനെയാണ് എന്നെ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാവും എന്ന് പറയുമ്പോഴാണ് നമ്മുടെ കൃഷ്ണമോളും ബബിയും അങ്ങോട്ടേക്ക് വരുന്നത്. ബബി ചെന്നിട്ട് ചോദിക്കും, എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പണിയല്ലേ, അതിനിപ്പോൾ എന്തായിരുന്നു ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആ പണി ഇവിടെ നടക്കത്തില്ല, അത് ഇവള് ചെയ്തോളും എന്ന് പറയുമ്പോൾ നമ്മുടെ ബബി ചോദിക്കുന്നുണ്ട്, ഈ ചേച്ചി ഇവിടെ വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോന്ന്. ഒരു ജോലിക്കാരിയെ വിട്ടിട്ട് വേറൊരു ജോലിക്കാരിയെ കൊണ്ടുവരുന്നത് ഇവിടെ ആദ്യത്തെ സംഭവം ഒന്നല്ലല്ലോ, പിന്നെന്താടി നിന്റെയൊക്കെ പ്രശ്നം ചോദിക്കുമ്പോൾ ബബി ഇങ്ങനെ കൃഷ്ണമോളുടെ മുഖത്തേക്ക് നോക്കുവാട്ടോ. എന്നിട്ട് വീണ്ടും പറയുവാണ്, ഈ വീട്ടിലെ വേലക്കാരി ഒന്നും ഇല്ലായിരുന്ന സമയത്ത് നിന്റെയൊക്കെ മാലമൂത്രം വരെ വാരിയിട്ടുണ്ട്, അതിനപ്പോ ഇവിടുത്തെ പണികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്കെന്ന്. അതുകൊണ്ട് ഇവിടെ എന്ത് വേണം ആര് വേണം എന്ന് തീരുമാനിക്കാൻ നിന്റെ ഒന്നും സപ്പോർട്ട് എനിക്ക് വേണ്ട എന്ന് പറയാണ് കേട്ടോ, ബബിതയുടെ മുഖത്ത് നോക്കിയിട്ട്. അന്നേരം നമ്മുടെ ബബിത ചോദിക്കും, ഓ ഇനി പുതിയ വല്ല പരിഷ്കാരം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്. നിങ്ങളിവിടെ 5 മണിക്കൊന്നും എണീറ്റ് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടുന്ന് പോയവർക്ക് കാലും നീട്ടിയിരുന്ന് സുഖിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഓരോരോ പണി ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. ആ കാലം കഴിഞ്ഞു, ഇനി എന്റെ ഭരണം ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പറയും. എന്നിട്ട് വീണ്ടും ബബിയുടെ അടുത്തിട്ട് ചെന്നിട്ട് പറയും, ഞാനാണ് ഈ വീട്ടിലെ കുടുംബനാഥ, ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളൊക്കെ ജീവിച്ചാൽ മതി, നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് പഠിക്കുക എന്നതാ. ഏതെങ്കിലും ഒരു കാലത്ത് നിന്റെ ചെലവിൽ ഞാൻ ജീവിക്കേണ്ടി വന്നാൽ നിന്റെ സൗകര്യം നോക്കിയാൽ മതിയല്ലോ, അതുവരെ എൻ്റെ സൗകര്യത്തിൽ നീ ജീവിച്ചാൽ മതി. പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്താ അമ്മ ഇതെന്താ പട്ടാളച്ചിട്ടയോ, എന്തിനൊരു മര്യാദയൊക്കെ വേണ്ടെന്ന് പറയുമ്പോൾ, നീ എൻ്റെ തലയിൽ കയറി കളിക്കണ്ട, പൊയ്ക്കോ ഇവിടുന്ന് പറയുമ്പോൾ ബബി അങ്ങ് പോകുവാട്ടോ. അതിനുശേഷം വൈജ ആ വേലക്കാരിയോട് പറയുന്നുണ്ട്, സുനിതേ ഇന്ന് ചോറും തോരനും സാമ്പാറും ഒരു മുട്ട ചിക്കിയതും കൂടെ വെച്ചോ, അത് മതിയാക്കും എന്ന് പറയുമ്പോൾ എന്ന് പറയണേ. പിന്നെ ഇവിടെ കേട്ടത് അവിടെ പോയി പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരാളെ നോക്കുമെന്ന് പറയുമ്പോൾ, അയ്യോ കുഞ്ഞമ്മേ എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഒന്നുമില്ല, വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോ എന്ന് പറയുമ്പോൾ, നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോലല്ല എൻ്റെ പണി, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വൈജ അവിടുന്ന് പോകുന്നത്. അന്നേരം നമ്മുടെ കൃഷ്ണമോൾ അവിടെ തന്നെ നിൽപ്പുണ്ടാവേ. അപ്പോൾ വൈജ ചോദിക്കും, എടി നീ പോയില്ലേ, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേടി കൊച്ചേന്ന്. അന്നേരം കൃഷ്ണമോളും അങ്ങ് പോകുവാണ്. അന്നേരം വൈജ പോകുമ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തിന്റെ കേടാ, എന്തിനെങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നതെന്ന്, വഴക്കുണ്ടാക്കാതെ പറ്റുമോ, നിനക്കൊക്കെ എത്രത്തോളം പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയും, അതിനൊന്നും യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല എന്ന്. അമ്മ ഇവിടെ ഇല്ലാത്തിരുന്ന കാലത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടായിരുന്നു പണി തീർത്തിരുന്നത്, എന്ത് രസമായിരുന്നു എന്ന് അമ്മയ്ക്കറിയാം. എല്ലാവരും കൂടെ ചേരുമ്പോൾ പെട്ടെന്ന് പണി തീരുമായിരുന്നു. പഠിക്കാൻ ഇത്തിരി കൂടി സമയം എടുത്താൽ എന്താ കുഴപ്പം, നീയൊക്കെ ആ രോഹിത്തിനെ കൊണ്ട് ഓരോ പണി ചെയ്യുന്നത് ഞാൻ കണ്ടു, അവനൊരു ആൺകൊച്ചല്ലടി, നിങ്ങളുടെ ഡ്രസ്സ് മുഴുവൻ അവൻ അയൺ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് വന്ന് പറയും, ആൺപിള്ളേര് വീട്ടുജോലി ചെയ്തെന്ന് വെച്ച് കൈ ഒടിഞ്ഞു പോവോ, അന്യ വീട്ടിലൊന്നല്ലല്ലോ പോയി ചെയ്ത് കൊടുക്കുന്നത്, സ്വന്തം വീട്ടിലല്ലേ, സ്വന്തം സഹോദരിമാർക്കല്ലേ, അല്ലെങ്കിൽ തന്നെ എന്ത് രസമായിട്ട് തോരനും പുളിശ്ശേരിയും സാമ്പാറും അവിയിലൊക്കെ രോഹിത്തേട്ട എന്തുപോലെ കുക്ക് ചെയ്യുന്നറിയോ, എല്ലാം അലീനേച്ച് പഠിപ്പിച്ചു കൊടുത്താ എന്നങ്ങ് പറഞ്ഞത് നമ്മുടെ വൈജയ്ക്ക് അങ്ങ് കയറി വരാൻ കേട്ടോ. ദേ കൃഷ്ണേ, അവളുടെ പേര് ഈ വീട്ടിൽ പറഞ്ഞു വരുത്, ഓരോരോ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണ വീണ്ടും പറയുന്നു, ആരെങ്കിലും പറയുന്നത് നല്ലതാണെങ്കിൽ അതിലൊരു ന്യായവും നീതി ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് സമ്മതിച്ചു കൊടുത്തൂടെ, അത് നല്ലതാണെന്ന് ഉള്ള സത്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. അമ്മ ഇതുവരെ ആരെങ്കിലും നല്ലത് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല, അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് എന്തെങ്കിലും കൊനിഷ്ടിന് എന്ന് പറയുമ്പോൾ, നീ എനിക്ക് കൂടുതൽ ക്ലാസ് എടുക്കണ്ട കേട്ടോ, ആൺകുട്ടികള് പാകം ചെയ്താൽ എന്താ കുഴപ്പമെന്ന് നിനക്കറിയോ, അവനൊക്കെ പെണ്ണ് കെട്ടുമ്പോഴേ അച്ഛന്മാർക്ക് വിളമ്പി കൊടുക്കേണ്ടി വരും, രുചിയായിട്ട് വെച്ച് വിളമ്പാൻ അറിയുന്നവന് അവന്റെ ഭാര്യ വെച്ച് വിളമ്പുന്നത് ഇഷ്ടം ഉണ്ടാവില്ല, അവളോട് മാറിക്കോളം പറഞ്ഞിട്ട് അവനായിരിക്കും പാചകം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കേ, എന്നാലും എന്താ കുഴപ്പം അമ്മേനെ, നിന്റെ അച്ഛനോട് പോയി ചോദിക്കടി, എടി നിന്റെ അച്ഛൻ എന്നെങ്കിലും ഈ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ്സെങ്കിലും കഴുകുന്നത് നീ കണ്ടിട്ടുണ്ടോ. നേരം കൃഷ്ണമോള് പറയും, അച്ഛനെ പഠിപ്പിക്കാനേ ഒരു അലീന ചേച്ചി ഇല്ലാതെ പോയി, അത്രേ ഉള്ളൂ എന്ന്. അതെങ്ങനെ നടക്കാനാ, നിങ്ങളെ കൊണ്ട് സകലമാന പണിയെടുത്ത് അവൾ സപ്രപഞ്ച കട്ടിലിൽ കയറി കിടക്കുമല്ലായിരുന്നോ. നേരം കൃഷ്ണമോള് ഗതി ഇട്ടിട്ട് പറയും, അമ്മ ബബിയച്ചിനോട് പറഞ്ഞതാണ് സത്യം, അമ്മയോടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന്, സമയം എനർജിക്ക് വേണ്ടി വേസ്റ്റ് ആക്കുക, മിണ്ടാതിരിക്കുന്നത് തന്നെയാ നല്ലത്, അത്രയും പൊല്യൂഷൻ കുറയുമായിരിക്കല്ലോ ഈ എയറിന് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കൃഷ്ണമോൾ അങ്ങ് കയറിപ്പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബബിത ആണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ബാലേന്ദ്രനോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോകുവാണ്. അന്നേരം ബാലേന്ദ്രന്റെ അവസ്ഥയൊക്കെ പറയുന്നുണ്ട്, അലീന വന്നില്ലായിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ബാലേന്ദ്രനെ പുറത്തിറക്കിയത് അലീന തന്നെയാണ്. അതുപോലെ നിങ്ങളും ചെയ്യ്, നിങ്ങളെ കിച്ചണിൽ നിന്ന് പിരിച്ചു വിട്ടതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്പേസിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ
ടെൻഷൻ അടിച്ച് നിൽക്കുക കേട്ടോ നമ്മുടെ ബബിത. അന്നേരം മറ്റുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ പണിയിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ട് അവരുടെ റൂമിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഇന്നൊരു ഔട്ടിങ് ആയാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബബിതയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. അച്ഛൻ കള്ളം പറയല്ലോ, ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആടി വിളിച്ചുകൊണ്ട് വാ, എല്ലാവരോടും മാറ്റാൻ വേണ്ടി പറയും, നമുക്ക് ഔട്ടിങ് ആവാം ഇന്ന് പറയാം കേട്ടോ. അമ്മ നമ്മളെ വിട്ടില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാനിട്ട് ബാലേന്ദ്രൻ. അങ്ങനെ സന്തോഷത്തോടെ ബബി പോകുമ്പോൾ ബബിത, അതെ അലീനയോട് നിങ്ങളുടെ അമ്മ എന്തെങ്കിലും കാര്യത്തിൽ സംസാരിക്കുമ്പോൾ അധികം ഒന്നും സംസാരിക്കാതെ ലളിതമായ രീതിയിലാണ് അതൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. നിങ്ങളും അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബബിത മാറ്റാൻ വേണ്ടി പോകുന്നു. അങ്ങനെ എല്ലാവരും കൂടി മാറ്റി വരുന്ന സമയത്ത് വൈജയന്തി എല്ലാവരെയും നോക്കുവാണ് കേട്ടോ. ചോദിക്കും, എല്ലാവരും കൂടി എങ്ങോട്ട് പോവാ? ഞങ്ങൾ വെറുതെ ഒരു ഔട്ടിങ് എന്ന് പറയുമ്പോൾ, ഔട്ടിങ്ങോ എന്നാത്തിന്? അമ്മ ഇവിടെ വീട്ടിലിരിക്കുവല്ലേ, എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ, ഒന്ന് ചുറ്റി അടിച്ച് വരാം എന്ന് പറയുന്നു. അച്ഛൻ പറഞ്ഞു പഞ്ചാബി ഹൗസിൽ നിന്ന് ഒരു ബിരിയാണി മേടിച്ചു തരാന്ന്, അതൊരു എന്റർടൈൻമെന്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അയച്ച ചോദിക്കും, അപ്പോൾ ഞാനിവിടെ വെച്ച് വിളമ്പി വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? അത് അമ്മയല്ലല്ലോ ഉണ്ടാക്കിയത്, ഇവിടുത്തെ സെർവൻ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരായാലും ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അന്നേരം നമ്മുടെ കൃഷ്ണമോള് പറയും, ഇവിടെ അമ്മയും സുനിതേച്ചി ഉണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചാൽ തീരാവുന്നേ ഉള്ളൂന്ന്. അന്നേരം നമ്മുടെ വൈജ് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെന്താടി ആനയാണോ? ഒരു കുടുംബത്തിന് വേണ്ടി വെച്ച് വിളമ്പിയതൊക്കെ തിന്നു തീർക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി, നമുക്ക് പിന്നീട് കഴിച്ച് തീർക്കാമെന്ന് പറയാൻ കേട്ടോ കൃഷ്ണ. ഇന്നിപ്പോൾ ബിരിയാണി തിന്നില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് എന്തു പറ്റാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബബിത പറയുന്നുണ്ട്, അച്ഛൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ഓഫർ തരാറുള്ളൂ, അച്ഛൻ ഇങ്ങനെ ഓഫർ തരുമ്പോൾ ഞങ്ങൾ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നേ എന്നങ്ങ് പറയുമ്പോൾ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവാണ്. എന്നിട്ട് രോഹിത്തിനോട് പറയൂട്ടോ, നീ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി കഴിക്കുന്നതല്ലടാ കോളേജ് വിട്ട് വരുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രോഹിത് പറയും, എനിക്ക് ബിരിയാണി ഇഷ്ടമല്ലമ്മേ, ഞാൻ കുഴിമന്തി കഴിക്കത്തുള്ളൂ എന്ന്. അന്നേരം നമ്മുടെ വൈജയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട്, ബാലേന്ദ്രൻ ഇന്നൊരു ദിവസം കിട്ടിയുള്ളൂ ഈ കുട്ടികളെ സൽക്കരിക്കാൻ. നേരെ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നതേ, അതെ നിങ്ങൾക്ക് ഇവിടുന്ന് ഊണ് കഴിക്കണോ അത് എൻ്റെ കൂടെ പുറത്തേക്ക് വന്നിട്ട് ബിരിയാണി കഴിക്കണോ? ഇന്ന് ഞാൻ ഫ്രീ ആണേ, അല്ലെങ്കിൽ അടുത്ത കൊല്ലം സെപ്റ്റംബർ 18 ആവട്ടോ എന്ന് പറയും. നേരം ബബി പറയുന്നുണ്ട്, അയ്യോ ഇന്ന് തന്നെ വേണം അച്ഛാ, മാറ്റമൊന്നും വേണ്ടാന്ന്, എന്നാ പോവാം എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുക. എന്നിട്ട് ബബിത മുന്നേ പോവും. അന്നേരം നമ്മുടെ കൃഷ്ണമോള് പോയി പറയുന്നുണ്ട്, അമ്മേ എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം, ഓഫർ കിട്ടുമ്പോഴേ റിജക്റ്റ് ചെയ്താൽ പിന്നെ കിട്ടത്തില്ലാന്ന്. രോഹിത് ആണെങ്കിൽ കൈ കൊണ്ട് കാണിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മുടെ വൈജയന്തി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്.